നമഃശിവായ. വിശ്വപ്രസിദ്ധമായ വൈത്തീശ്വരൻ കോവിൽ. വൈദ്യത്തിന്റെ ഈശ്വരനായി, വൈദ്യനാഥനായി പരമശിവൻ വാണരുളുന്ന പുണ്യഭൂമി. അതാണ് വൈത്തീശ്വരൻ കോവിൽ. രോഗം എന്തുമാകട്ടെ, ഇവിടെ വന്നു പ്രാർത്ഥിക്കൂ. അത്ഭുതകരമായ രോഗമുക്തി ഉറപ്പെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. രോഗമുക്തി കൂടാതെ വിദ്യാഭ്യാസ നേട്ടം, ഉദ്യോഗലബ്ധി എന്നിവയും, എന്തിനധികം സർവൈശ്വര്യലബ്ധിയും, പ്രത്യേകിച്ച് ചൊവ്വാദോഷ നിവാരണത്തിനും ആയിരക്കണക്കിന് ഭക്തന്മാർ നിത്യേന ഇവിടെ ആരാധന നടത്തുന്നു. ശില്പകലയുടെ ഉത്തുംഗ മാതൃകയായി പരിലസിക്കുന്ന വൈത്തീശ്വരൻ കോവിൽ തമിഴ്നാട്ടിലെ മയിലാടുതുറൈ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ചിദംബരത്തു നിന്നും 27 കിലോമീറ്ററും, തഞ്ചാവൂരിൽ നിന്നും 95 കിലോമീറ്ററും, ചെന്നൈയിൽ നിന്നും 235 കിലോമീറ്ററുമാണ് വൈത്തീശ്വരൻ കോവിലിലേക്കുള്ള ദൂരം. ചോള രാജാക്കന്മാർ ഈ ക്ഷേത്ര നവീകരണവും പുനർനിർമ്മാണവും നടത്തിയതായി ചരിത്രകാരന്മാർ പറയുന്നു. ശൈവ സംസ്കാരത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ഈ ക്ഷേത്രം CE 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ചിരുന്ന നായനാർമാർ എന്ന തമിഴ് ശൈവ ഭക്ത കവികൾ പാടി പുകഴ്ത്തിയ പ്രധാന ശൈവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഒൻപത് പ്രധാന നവഗ്രഹ ക്ഷേത്രങ്ങളിലൊന്നാണ് വൈത്തീശ്വരൻ കോവിൽ. അടുത്തുറയിലുള്ള സൂര്യനാർ കോവിൽ, തിങ്കലൂരിലെ കൈലാസനാഥർ ക്ഷേത്രം, തിരുവെങ്കാടുള്ള ശ്വേതാരണേശ്വർ ക്ഷേത്രം, ആലങ്കുടിയിലുള്ള ആപ്തസഹായേശ്വർ ക്ഷേത്രം, കാഞ്ഞന്നൂരിലുള്ള അഗ്നീശ്വർ ക്ഷേത്രം, കാരേക്കലുള്ള തിരുനെല്ലൂർ ശനീശ്വര ക്ഷേത്രം, തിരുനാഗേശ്വരത്തുള്ള നാഗനത്തൂർ ക്ഷേത്രം, കീഴാപെരുമ്പുള്ളത്തുള്ള നാഗനാഥസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റ് 8 നവഗ്രഹ ക്ഷേത്രങ്ങൾ. ഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹമായ ചൊവ്വ എന്ന അങ്കാരകൻ കുഷ്ഠരോഗബാധിതനാവുകയും ഇവിടെ വന്ന് സാക്ഷാൽ വൈത്തീശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്ന് ഐതിഹ്യം. വൈദ്യനാഥസ്വാമി അങ്കാരകന് രോഗശാന്തി കൊടുക്കുകയും ഇവിടെ അങ്കാരകന്റെ സാന്നിധ്യമുണ്ടാകണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത്രേ. അങ്ങനെ വൈദ്യനാഥനോളം പ്രാധാന്യത്തിൽ ഇവിടെ ചൊവ്വയെയും പൂജിച്ചു വരുന്നു. ചൊവ്വാദോഷ നിവാരണത്തിനും സർവൈശ്വര്യത്തിനും ഭക്തർ ധാരാളമായി ഈ പുണ്യഭൂമിയിലെത്തുന്നു. ഒരിക്കൽ പാർവതീദേവി തന്റെ പുത്രനും 6 മുഖത്തോടുകൂടിയവനുമായ സുബ്രഹ്മണ്യനോട് ഏകമുഖനായി വന്ന് സുരപത്മൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് സുബ്രഹ്മണ്യൻ അസുര നിഗ്രഹം ചെയ്തപ്പോൾ കൈയിലേറ്റ മുറിവിനെ പിതാവായ പരമശിവൻ ചികിത്സിച്ചു ഭേദപ്പെടുത്തിയെന്നും അതിനാൽ തന്നെ സുബ്രഹ്മണ്യ സാമീപ്യം ഇവിടെ ഉണ്ടെന്നും സങ്കല്പം. ഏകമുഖനായ സുബ്രഹ്മണ്യന്റെ മുത്തുകുമരൻ എന്ന ഭാവത്തിലുള്ള ലോഹവിഗ്രഹവും ചൊവ്വയുടെ അങ്കാരകനായ ലോഹവിഗ്രഹവും ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ അധിപനായ ദേവനാണ് സുബ്രഹ്മണ്യൻ എന്നും ഇവിടെ ഓർക്കേണ്ടതാണ്. ത്രേതായുഗത്തിൽ രാമലക്ഷ്മണന്മാരും സപ്തർഷികളും ഇവിടെ ശിവപൂജ നടത്തിയിരുന്നെന്നും കഥകൾ പറയുന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള പ്രധാന പ്രവേശന കവാടത്തിലെ 5 നിലകളുള്ള ഗോപുരം ശില്പഭംഗിയുടെ നിറവാർന്ന പ്രതീകമാണ്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ വലതുവശത്ത് വിഘ്നേശ്വരനായ ഗണപതി, അവിടെ നിന്നും കരിങ്കൽ നിർമ്മിതമായ നീണ്ട ഇടനാഴിയിലൂടെ അകത്തേക്ക് കടന്നാൽ പഴനി മുരുകന്റെ രൂപത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ, കരിങ്കൽ പാകിയ അതിവിശാലമായ പ്രദക്ഷിണ വഴി, ഇടവിട്ട കൽസ്തൂപങ്ങൾ, കരിങ്കൽ തൂണുകളിലെ മനോഹരങ്ങളായ ദേവശില്പങ്ങൾ. പ്രദക്ഷിണ വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ മുകൾ തട്ടിലെല്ലാം കമനീയമായ വർണ്ണചിത്രങ്ങൾ. തെക്ക് കിഴക്കേ മൂലയിലായി അങ്കാരകമൂർത്തിയായ ചൊവ്വയുടെ ശ്രീകോവിൽ, ചുവപ്പ് ഉടയാടയിൽ ചൈതന്യത്തോടെ നിൽക്കുന്ന അങ്കാരകൻ. തെക്കേ നടയിലെത്തിയാൽ ഉള്ളിലേക്കുള്ള മതിൽക്കെട്ടിന്റെ തുറസ്സായ സ്ഥലം, നേരെ തെക്ക് ദർശനമായിരിക്കുന്ന സാക്ഷാൽ പാർവതീദേവി. ഇവിടെ പാർവതീദേവി തൈൽ നായകി എന്നറിയപ്പെടുന്നു. തൈൽ നായകി എന്നാൽ മുറിവുകളെ ഉണക്കാൻ കഴിവുള്ള അമ്മ എന്നർത്ഥം.
ഭക്തന്റെ ശരീരത്തിലെ മുറിവുകൾക്കും മനസ്സിലെ മുറിവുകൾക്കും ആശ്വാസം പകർന്ന് ശാന്തസ്വരൂപിയായി നിൽക്കുന്ന തൈൽ നായകി. ഒരു കൈയിൽ ഔഷധ തൈലത്തിന്റെ ചെറുകുടവുമായി നിൽക്കുന്ന ആ ചൈതന്യത്തെ തൊഴുതു വണങ്ങുമ്പോൾ ഭക്തന്റെ ഉള്ളിലുണ്ടാകുന്നത് അനിർവചനീയമായ ആനന്ദം. ഈ ശ്രീകോവിലിനു ചുറ്റും അതിമനോഹരങ്ങളായ തൂണുകൾ ചിത്ര ശില്പഭംഗിയോടെ പരിലസിക്കുന്നു. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ മൂന്നാം മതിൽക്കെട്ടിനകത്തുള്ള ആ സന്നിധാനം സാക്ഷാൽ വൈദ്യനാഥന്റെ, വൈദീശ്വരന്റെ പുണ്യസന്നിധാനം. പടിഞ്ഞാറ് ദർശനത്തിൽ നിൽക്കുന്ന പരമശിവൻ. ഈ ശക്തി സ്വരൂപത്തെ വണങ്ങുമ്പോൾ ഭൗതികമായ ഏത് അസുഖവും മാറിക്കിട്ടുമെന്നും ആത്മീയമായ ഉന്നതിയിലെത്തുമെന്നും ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. പടിഞ്ഞാറ് ദർശനമുള്ള ശിവപ്രതിഷ്ഠ തൊഴുതു വണങ്ങുന്നത് 1000 ശിവക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നതിനു തുല്യമായ പുണ്യമാണെന്ന് പറയപ്പെടുന്നു. മൂന്നാം മതിൽക്കെട്ടിനുള്ളിലെ വൈദീശ്വരന്റെ ശ്രീകോവിലിനോട് ചേർന്ന് മുത്തുകുമരസ്വാമിയുടെ ഭാവത്തിൽ സുബ്രഹ്മണ്യന്റെ ശ്രീകോവിൽ, വലതുവശത്തായി അങ്കാരകനായ ചൊവ്വയുടെ ശ്രീകോവിൽ, കൂടാതെ നടരാജ പ്രതിഷ്ഠയും സോമസ്കന്ധ പ്രതിഷ്ഠയും ഇവിടെ കാണാം. ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ ലോഹ നിർമ്മിതങ്ങളാണ്. നാം കിഴക്ക് നിന്നും കയറി വരുമ്പോൾ കാണുന്ന പഴനി ആണ്ടവർ പ്രതിഷ്ഠ കൽവിഗ്രഹമാണ്. തൈൽ നായകി ക്ഷേത്രത്തിന് സമീപം ധന്വന്തരി മൂർത്തി പ്രതിഷ്ഠയും കാണാം. പ്രദക്ഷിണ വഴിയിൽ മുന്നോട്ടു പോയാൽ കൊത്തുപണിയുടെ മനോഹാരിത തുളുമ്പി നിൽക്കുന്ന കൽസ്തൂപങ്ങളും ചിത്രഭംഗിയോടെ നിൽക്കുന്ന മേൽത്തട്ടും. പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിൽ നിന്നും ചില ദിവസങ്ങളിൽ സൂര്യകിരണങ്ങൾ വൈദ്യനാഥനെ തഴുകി വരാറുണ്ടത്രേ. അത്ഭുതകരമായ ശില്പശാസ്ത്രം. നമ്മൾ പ്രദക്ഷിണ വഴിയിൽ വടക്കേ നടയിലെത്തിയാൽ ഉൾമതിലുകളിലും മതിലിനു മുകളിലുമെല്ലാം വിവിധ രൂപങ്ങൾ. അവയിൽ മുന്നിൽ നിൽക്കുന്നത് ശിവവാഹനമായ നന്ദികേശൻ തന്നെ. വീണ്ടും പ്രദക്ഷിണ വഴിയിൽ മുന്നോട്ടു പോയാൽ നമുക്ക് കിഴക്കേ നടയിലെത്തി പ്രദക്ഷിണം പൂർത്തിയാക്കാം. തൈൽ നായകിയായ പാർവതീദേവി തെക്കോട്ട് ദർശനമായി നിൽക്കുമ്പോൾ ദേവിയുടെ ദർശനം തെക്കേ നടയ്ക്ക് പുറത്തുള്ള വിശാലമായ ക്ഷേത്രകുളത്തിലേക്ക് തന്നെ. സിദ്ധാമൃത തീർത്ഥം എന്ന ഈ കുളത്തിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ കുളത്തിൽ മുങ്ങിക്കുളിച്ച് വൈദീശ്വരനെ പ്രാർത്ഥിച്ചാൽ സകല രോഗങ്ങളും മാറിക്കിട്ടുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ത്രേതായുഗത്തിൽ രാവണ ഖഡ്ഗത്താൽ മുറിവേറ്റ ജഡായു ഇവിടെ വന്ന് മോക്ഷപ്രാപ്തി നേടി എന്ന ഒരു കഥയും പ്രചാരത്തിലുണ്ട്. അതിനാൽ തന്നെ ക്ഷേത്രകുളത്തെ ജഡായു തീർത്ഥം എന്നും വിളിക്കുന്നു. ക്ഷേത്രകുളത്തിന്റെ ഒത്ത മധ്യത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന മണ്ഡപം ആരെയും ആകർഷിക്കും. ദേവലോകത്തെ ഗോമാതാവായ കാമധേനു വൈദീശ്വരന് ക്ഷീരാഭിഷേകം നടത്തുന്നുണ്ടെന്നും അഭിഷേക തീർത്ഥം ഈ കുളത്തിലെത്തുന്നുവെന്നും അതിനാൽ തന്നെ ഈ കുളത്തിലെ തീർത്ഥജലം ദിവ്യമാണെന്നും പറയപ്പെടുന്നു. ഇതിന്റെ പ്രതീകമായാവാം ക്ഷേത്രത്തിൽ ഒരു ഗോശാലയും നടത്തിവരുന്നു. ക്ഷേത്രകുളത്തിൽ ശർക്കര നിക്ഷേപിക്കുന്നത് ത്വക്ക് രോഗങ്ങൾക്ക് ശമനമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കുരുമുളകും ഉപ്പും വഴിപാടായി കൊടുക്കുന്ന പതിവും ഇവിടെയുണ്ട്. വെള്ളിയിൽ തീർത്ത ആൾരൂപങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാട് ഇവിടെ സാധാരണമാണ്.
ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ബ്രഹ്മോത്സവവും നവംബറിൽ നടക്കുന്ന കാർത്തിക മഹോത്സവവും ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ്. വൈദീശ്വരൻ കോവിലിനെപ്പറ്റി പറയുമ്പോൾ കൂട്ടി വായിക്കേണ്ട കാര്യമാണ് നാഡീജ്യോത്സ്യം. നാഡീജ്യോത്സ്യത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണ് വൈദീശ്വരൻ കോവിൽ. ക്ഷേത്രത്തോട് ചേർന്ന് അനവധി നാഡീജ്യോത്സ്യ കേന്ദ്രങ്ങൾ കാണാം. മുൻ ജന്മങ്ങളിൽ നാം ആരായിരുന്നുവെന്നും കർമ്മമണ്ഡലങ്ങളിൽ നാം എന്തായിരുന്നുവെന്നും എഴുതി വയ്ക്കപ്പെട്ട താളിയോലകളിൽ നിന്നും വിദഗ്ധമായി വായിച്ചെടുത്ത് നമ്മെ ഉപദേശിക്കുകയാണ് നാഡീജ്യോത്സ്യം ചെയ്യുക. അഗസ്ത്യമുനിയാണ് ഈ ജ്യോതിഷശാഖയുടെ ഉപജ്ഞാതാവ് എന്ന് പറയപ്പെടുന്നു. വൈദീശ്വരൻ കോവിലിന് ചുറ്റുമുള്ള ജ്യോതിഷ കുടുംബങ്ങൾ ഈ സാധന തലമുറകളായി കൈമാറി ഇന്നും പ്രയോഗത്തിൽ വരുത്തുന്നു. ചൊവ്വയുടെയും അധിപനായ സുബ്രഹ്മണ്യന്റെയും സാന്നിധ്യം ക്ഷേത്രത്തിലുള്ളതാകാം ക്ഷേത്രവും പരിസരവും നാഡീജ്യോത്സ്യത്തിന്റെ ഈറ്റില്ലമാകാൻ കാരണം. കിഴക്ക് ഭൈരവനാലും പടിഞ്ഞാറ് വീരഭദ്രനാലും തെക്ക് ഗണപതിയാലും വടക്ക് കാളീമാതാവിനാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മഹാക്ഷേത്രം. പരമശിവനെ ദേവവൈദ്യനായി ചികിത്സയുടെ ദേവനായി സങ്കൽപ്പിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തന് എപ്പോഴും അനുഗ്രഹവർഷമായി വർത്തിക്കുന്ന വൈദീശ്വരൻ. പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിയിൽ രോഗവിമുക്തിയും അഭീഷ്ടസിദ്ധിയും സർവൈശ്വര്യങ്ങളും നേടുന്ന ഭക്തസഹസ്രങ്ങൾ. നിർമ്മിതിയുടെ മഹാത്മ്യം കൊണ്ടും ശില്പകലയുടെ അത്ഭുത ചാരുത കൊണ്ടും ഭക്തരുടെ മനം കവരുന്ന ശ്രീ വൈദീശ്വരൻ കോവിൽ ജനകോടികൾക്ക് ആശ്വാസം പകർന്ന് നിലകൊള്ളുന്നു. ക്ഷേത്രവൃക്ഷമായ വേപ്പിനെ സംരക്ഷിച്ചിരിക്കുന്ന കിഴക്കേ നടയിലൂടെ ഗോപുരവാതിലിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന ഓരോ ഭക്തനും ഭക്തിയുടെയും സായുജ്യത്തിൻ്റെയും എന്തിനധികം ഭൗതിക സുഖലഭ്യതയുടെയും രോഗമുക്തിയുടെയും ചൊവ്വാദോഷ നിവാരണത്തിൻ്റെയും ഒക്കെ ആത്മസാക്ഷാത്കാരം നേടാനാകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ആരാധന നടത്താനായാൽ അത് ജന്മസുകൃതം തന്നെയാണ്. ശ്രീ വൈദീശ്വരന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വാലാംബികേശൻ, വൈദ്യേശൻ, ഭവരോഗഹരൻ എന്നീ 3 നാമങ്ങൾ നിത്യേന ജപിക്കുന്ന ഭക്തന് രോഗപീഠ ഉണ്ടാവില്ല. നമഃശിവായ. ശ്രീ വൈദ്യനാഥായ നമഃ ശിവായ.